NCP ശരത് പവാർ വിഭാഗത്തിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം PC ചാക്കോ ഒടുവിൽ രാജിവെച്ചിരിക്കുകയാണ്. ദീർഘകാലമായി അധികാരത്തിന് പിന്നാലെയുള്ള നെട്ടോട്ടത്തിന് ഒരു സഡൻ ബ്രേക്ക് വീണെന്ന് വേണമെങ്കിൽ പറയാം. തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നാണം കെട്ട പടിയിറക്കമായി ഇതിനെ കാണാം. ഇത് വെറുമൊരു പടിയിറക്കം മാത്രമല്ല, തുടരെ വെറുപ്പിച്ച് പിണറായി വിജയന്റെ വിരോധം പറ്റി നാണം കെട്ട് പടിയിറങ്ങുകയാണ്. കുറെ നാളുകളായി NCP SL തുടരുന്ന പ്രതിസന്ധികൾക്കൊടുവിലാണ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചത്. ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് PC ചാക്കോ രാജിക്കത്ത് നൽകിയെന്നാണ് റിപ്പോർട്ട്. പാർട്ടിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായി ചാക്കോ ഈ സ്ഥാനത്ത് തുടരും. AK ശശീന്ദ്രനെ മാറ്റി തോമസ് K തോമസിനെ മന്ത്രിയാക്കാൻ നടന്ന നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് നടക്കാതെ പോയതിന് പിന്നാലെയാണ് അധ്യക്ഷ പദവി ഉപേക്ഷിക്കാനുള്ള PC ചാക്കോയുടെ നീക്കം. സങ്കീർണമായ പ്രശ്നങ്ങൾക്കിടയിൽ ശശീന്ദ്രനും തോമസ് K തോമസും തമ്മിൽ കൈകോർത്തതോടെയാണ് ചാക്കോയുടെ ശനിദശ കൂടുതൽ വർദ്ധിച്ചത്. തോമസ് K തോമസും PC ചാക്കോയും ചേർന്നായിരുന്നു AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള നീക്കങ്ങൾ നടത്തിയത്. ഇതിനിടെ കൂറുമാറ്റത്തിന് ഇടത് MLA മാർക്ക് കോടികൾ വാഗ്ദാനം ചെയ്തെന്ന ആരോപണം തോമസിനെതിരെ ഉയർന്നു. ഇതേ തുടർന്ന് മുഖ്യമന്ത്രി കടുത്ത നിലപാട് സ്വീകരിച്ചതോടെ മന്ത്രിസ്ഥാനം ലഭിക്കില്ലെന്ന് തോമസിന് ഏറെക്കുറെ ഉറപ്പായി. ശരത് പവാറിന്റെ പിന്തുണയുണ്ടായിട്ടും മന്ത്രിസ്ഥാനം നേടിയെടുക്കാൻ PC ചാക്കോയ്ക്ക് കഴിയാതിരുന്നതോടെ ശശീന്ദ്രനൊപ്പം നിൽക്കുന്നതാണ് നേട്ടമെന്ന് തോമസ് വിഭാഗവും തിരിച്ചറിഞ്ഞു. ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചതോടെ മറുഭാഗത്ത് നിന്ന് പല ജില്ലാ ഭാരവാഹികളും ശശീന്ദ്രൻ പക്ഷത്തേക്ക് മാറിയിരുന്നു. കഴിഞ്ഞയാഴ്ച തിരുവനന്തപുരത്ത് വെച്ച് നടന്ന പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിൽ നേതാക്കൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയതും അതിനിടയിൽ ചാക്കോയ്ക്കിട്ട് നല്ല തട്ട് കിട്ടിയതും മാധ്യമങ്ങളിൽ വാർത്തയായതാണ്. ഇനി ഇങ്ങനെ തുടർന്നാൽ യാതൊരു അധികാരവും ലഭിക്കില്ലെന്ന് തിട്ടപ്പെടുത്തിയാണ് ചാക്കോയുടെ പടിയിറക്കം. മാത്രവുമല്ല, പിണറായി വിജയന് കടുത്ത എതിർപ്പ് ചാക്കോയോടുണ്ട്. PSC നിയമന അഴിമതി ഉൾപ്പെടെ ഒട്ടേറെ ആരോപണങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതെടുത്ത് പിണറായി പ്രയോഗിക്കാനുള്ള സാധ്യതകളും ചാക്കോ മുൻകൂട്ടി കാണുന്നുണ്ട്. NCPS സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് PC ചാക്കോയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് മന്ത്രി AK ശശീന്ദ്രനെ അനുകൂലിക്കുന്നവർ ഒപ്പുശേഖരണം ആരംഭിച്ചിരുന്നു. ഇക്കാര്യത്തിൽ കുട്ടനാട് MLA തോമസ് K തോമസിന്റെ പിന്തുണയുണ്ടെന്നും അവകാശപ്പെട്ടിരുന്നു. മന്ത്രിയെയും MLA-യും അനുകൂലിക്കുന്ന വിശ്വസ്തരായ നേതാക്കൾക്ക് ജില്ലകളുടെ ചുമതല നൽകിയായിരുന്നു ഒപ്പുശേഖരണം. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, കോട്ടയം, കോഴിക്കോട് ജില്ലകളിലെ ഒപ്പുശേഖരണം പൂർത്തിയായിരുന്നു. ദേശീയ സെക്രട്ടറി സതീഷ് തോന്നക്കൽ മുഖേന പരാതി അടുത്തയാഴ്ച ദേശീയ പ്രസിഡന്റ് ശരത് പവാർ, വർക്കിംഗ് പ്രസിഡന്റ് സുപ്രിയ സുളെ എന്നിവർക്ക് കൈമാറാനായിരുന്നു തീരുമാനം. ഒപ്പുശേഖരണത്തെക്കുറിച്ച് അറിഞ്ഞ ചാക്കോ താൻ മാറിയാൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM സുരേഷ് ബാബുവിനെയോ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KR രാജനെയോ പ്രസിഡന്റ് ആക്കാനുള്ള നീക്കം നടത്തുന്നുണ്ടെന്നും വിവരമുണ്ടായിരുന്നു. മന്ത്രിസ്ഥാനം കിട്ടാതായതോടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം വേണമെന്ന കടുത്ത നിലപാടിലാണ് തോമസ് K തോമസ്. മന്ത്രിസ്ഥാനം ലഭിക്കാൻ ചാക്കോ വേണ്ടവിധം ശ്രമിച്ചില്ലെന്ന നീരസവും തോമസിനുണ്ട്. ഇതിനെല്ലാം പുറമെ NCP അജിത് പവാർ വിഭാഗവും ചാക്കോയ്ക്കും ശശീന്ദ്രനുമെതിരെ കടുത്ത രീതിയിലുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തുകയും ചെയ്തിരുന്നു. NCP സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടി ചാക്കോയ്ക്കെതിരെ PSC നിയമന അഴിമതിയിൽ നിയമപോരാട്ടം തുടരുകയാണ്. അതേസമയം രാഷ്ട്രീയ അനാഥത്വത്തിലേക്ക് വന്നു വീണ PC ചാക്കോ തന്റെ പഴയ തട്ടകമായി കോൺഗ്രസിലേക്ക് തന്നെ തിരികെ പോകുന്നതിനെ പറ്റിയുള്ള ചർച്ചകളും സജീവമായി തന്നെ നടത്തുന്നുണ്ട്. എന്നാൽ കോൺഗ്രസിനെ പരിപൂർണമായും തള്ളി പുറത്തുപോയ ചാക്കോയെ കോൺഗ്രസുകാർ ഉൾക്കൊള്ളാനുള്ള സാധ്യതകൾ കുറവാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ചെറുപ്പക്കാർ ചാക്കോ കോൺഗ്രസിലെത്തിയാൽ കലാപക്കൊടി ഉയർത്തും. അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ വിലയിരുത്തി മാത്രമാകും കോൺഗ്രസ് നേതൃത്വം അത്തരമൊരു തീരുമാനമെടുക്കുക. ദേശീയ തലത്തിൽ NDAയുടെ ഭാഗമായി ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ ഗവർണറായി ചാക്കോ ചുമതലയെടുക്കുമെന്ന് ചൂണ്ടിക്കാട്ടുന്നവരുമുണ്ട്. ചാക്കോയ്ക്ക് താല്പര്യം കോൺഗ്രസ് തന്നെയാണെന്നാണ് ഒപ്പമുള്ള വിശ്വസ്തരിൽ ചിലരെങ്കിലും വെളിപ്പെടുത്തുന്നത്. ഏതായാലും അധികാരമില്ലാതെ നിലനിൽപ്പില്ലെന്ന സ്വഭാവക്കാരനാണ് ചാക്കോ. അതുകൊണ്ട് തന്നെ ഏതു വഴിക്ക് സഞ്ചരിക്കുമെന്നൊക്കെ കാത്തിരുന്നു തന്നെ കാണേണ്ടതാണ്.